ഇബാ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ ഉണ്ടായിരുന്നു, അതായത് ഇൻസ്റ്റഗ്രാം പ്രൊഫൈല്. പുള്ളി അങ്ങനെ ഇൻസ്റ്റ യൂസ് ചെയ്യലൊന്നുമില്ല, ലൈക്ക് കോണ്ടന്റ്സ് ഒന്നും അങ്ങനെ ഒരുപാട് ചെയ്യാറൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരുന്നിട്ട് പുള്ളിയുടെ ഫോളോവേഴ്സ് എങ്ങനെ കൂടുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് ആ ട്രിക്ക് മനസ്സിലായത്. നിങ്ങൾക്കും ഉണ്ടാവില്ല ഒരു സംശയം, അതായത് എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരുന്നിട്ടും പല പ്രൊഫൈലുകളിൽ എങ്ങനെ ഫോളോവേഴ്സ് കൂടുന്നതെന്ന് അറിയണ്ടേ? പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ്, അതായത് പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അതിന് രണ്ട് റീസൺസ് ആണുള്ളത്. രണ്ട് കോണ്ടന്റ്സ് ആണുള്ളത്. അതായത് ഒന്ന് ട്രെൻഡിങ് കോണ്ടന്റും രണ്ടാമത് എവർഗ്രീൻ കോണ്ടന്റുമാണ്. ട്രെൻഡിങ് കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ആ സമയത്ത് എന്താണോ ട്രെൻഡ് അതിനനുസരിച്ചിട്ടുള്ള റീൽസ് ഇടാം. ഓക്കെ, അങ്ങനെയുള്ള റീൽസിന് അപ്പം വൈറൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ബിയർ സോങ് ആണ്. ആ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുന്നേ കച്ചിസേര ഉണ്ടായിരുന്നു, പിന്നെ പുല്ലിംഗോ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. ട്രെൻഡുകൾ പലതരം ട്രെൻഡുകൾ യൂസ് ചെയ്യും. പലതരത്തിലുള്ള വീഡിയോ ആണെങ്കിലും ഇപ്പൊ അത് ട്രെൻഡ് പോയി. കച്ചിസേര ഇപ്പൊ ആരും ചെയ്യുന്നില്ല, ആ ട്രെൻഡ് കഴിഞ്ഞ്. അതിനർത്ഥം എന്താ, ഇത്തരത്തിലുള്ള റീൽസുകൾക്കൊക്കെ അതായത് വാലിഡിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ വരുന്നതാണ് എവർഗ്രീൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോ കോണ്ടന്റുകൾ ചെയ്ത വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റോ വാലിഡിറ്റി ഒന്നുമില്ല. അത് ഏത് കാലത്തും ആളുകളുടെ സംശയം തീർക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ 3 മാസം കഴിഞ്ഞ് ആ ഒരു സംശയം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ട ഒരാൾ മേ ബി അതായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അതായത് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏത് കാലത്തും നമുക്ക് റണ്ണ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ട്രെൻഡിങ് കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പരിധിൻ്റെ ഉള്ളിൽ മാത്രം അടിപൊളിയാവുന്ന ഒരു കോണ്ടന്റ് ആണ്. എന്ന് വെച്ചിട്ട് അത് മോശം കോണ്ടന്റ് ഒന്നും അല്ല. ലൈക്ക് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോവേഴ്സിനെ കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തൊരു കോണ്ടന്റ് അത് ഭയങ്കര ഇൻഫോ കോണ്ടന്റ് ആണ്. സോ അതിങ്ങനെ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് 1 ഫോളോവർ 2 ഫോളോവർ 3 ഫോളോവർ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സോ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.